ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളിത് വന്നിട്ടുണ്ടത് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുണ്ടത് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൽത്തപ്പം എന്ന് വെച്ചാൽ കേക്കപ്പം എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയട്ടാ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൂട്ടിക്കാണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൂട്ടിക്കാണ്ട് നല്ല സോഫ്റ്റും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നന്നായി 2-3 വട്ടമൊക്കെ കഴുകിങ്ങാണ്ട് തന്നെയാണ് വെള്ളത്തിലിട്ടിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഒന്നുണ്ട് കഴുകിങ്ങാണ്ട് നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ ഭാഗമുണ്ട് അടിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗമായിട്ട് അടിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും വെള്ളം കുറച്ച് കാണ്ട് തന്നെ നമ്മൾ അടിക്കാൻ നോക്കുക. അപ്പോൾ അരിയൊക്കെ നല്ല പൊതിർന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം അരിഞ്ഞ് കിട്ടിയിരിക്കണേ. അപ്പോൾ ഒരു വാക്കുണ്ട് അരച്ച്. അപ്പം ഇനി നമ്മൾ രണ്ടാമത്തെ വാക്കും കൂടി ഇടുകയാണ്. അപ്പം നമ്മൾ അതിക്ക് കൂട്ടുണ്ടാക്കുക നിങ്ങൾ നോക്കി നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ നമുക്ക് മധുരമൊക്കെ കഴിക്കാനൊരു ചെറിയൊരു പൂതിയൊക്കെ ഉണ്ടല്ലോ. അപ്പം വേനൽക്കൊന്നും അങ്ങനെ പിന്നെ മധുരമൊന്നും തിന്നരില്ലേന് കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു അരമുറി വരെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്, നല്ല പിന്നെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പാകത്തിന് ഉപ്പും മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടുകാണ്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കുക. ചോറും കൂട്ടി തേങ്ങയും കൂട്ടിയിട്ടാ. അപ്പം നമ്മളൊരു സാധനം കൂടി കൂട്ടാണ്ട് ഒരു മൈസൂർ പായ. അപ്പോൾ ഒരു മൈസൂർ പായ ഞാൻ പിന്നെ ഒളിപ്പിച്ച് വെച്ചതേന് കേട്ടോ. മൈസൂർ പായം കണ്ടാൽ ആരെങ്കിലും അത് പൊക്കിങ്ങോട്ട് പോകും. അപ്പോൾ കൊണ്ടുവന്നിൽ എല്ലാവരും കഴിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ബാക്കിയായപ്പോൾ ഞാനത് ഒളിപ്പിച്ച് വെച്ചതേനി. അപ്പോൾ അത് എടുത്തുകൊണ്ടുങ്ങാണ്ട് മൈസൂർ പായൊക്കെ കൂട്ടിയാൽ നല്ല സോഫ്റ്റായി കിട്ടും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അടിച്ചെടുത്ത് അപ്പോൾ 2 വട്ട അടിച്ചതും കൂടി ഇതിക്കൊണ്ട് ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ അതൊന്ന് മൂടി വെക്കുക. അപ്പം നമുക്ക് അതിലേക്ക് ചക്കര ഉരുക്കാണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുണ്ട് മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പം നമുക്ക് ചക്കര ഇട്ട് ഉരുക്കേണ്ടത്. ചക്കര അത് നല്ല പഞ്ചക്കരയാണ്, ഫസ്റ്റ് ക്വാളിറ്റി ചക്കര ഉണ്ട്. അതിലൊരു കച്ചറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ചക്കരയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആണിവെല്ലത്തിനെക്കാട്ടിയും പിന്നെ അങ്ങനെ അപ്പങ്ങളൊക്കെ ചുടുമ്പോൾ ചക്കര ഇട്ട ടേസ്റ്റ് കിട്ടൽ ലേശം വില കൂടും ചെയ്യും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അതിക്ക് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം എത്ര നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ചക്കര അടുപ്പത്ത് വെച്ചിരിക്കണം. ചക്കര അടുപ്പത്ത് വെച്ചാൽ കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചക്കര അടി പിടിച്ചും. ചക്കര അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് അത് തൊള്ളി വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ വീണതും നമ്മൾ കൈ വെക്കാതെ ഇളക്കും ചെയ്യുക, ചെറിയ തീയിലാക്കിങ്ങാണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ കച്ചറകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ അടി അവിടെ നിർത്തിക്കാണ്ട് ഇങ്ങനെ തെളി തീക്ക് നല്ല ചൂട് കൊടുക്കുക തന്നെ തീക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കും ചെയ്യുക, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചും കൊടുക്കാം. അപ്പം ഞാൻ അടിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പുണ്ടത്. അപ്പോൾ ചൂട് കൊടുക്കുക, അരിപ്പിൽ പാരാൻ പറ്റില്ല. പിന്നെ ഇതിലൊന്നും ഇല്ലയെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടട്ടെ ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ നല്ലൊന്ന് കയ്യിലുകൊണ്ട് നല്ല മാവും ചക്കരിയാണ്ട് സെറ്റാക്കണം. അപ്പോൾ അതിനൊന്നും ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെന്താ കൂട്ടുകാരെ വർത്താനങ്ങൾ, അവിടേക്കൊക്കെ മഴ ഉണ്ടാകും, ഇവിടേക്കൊക്കെ മഴ കുറഞ്ഞിക്കണം കേട്ടപ്പോൾ കർക്കിടക പെറുക്കല്ലേ. അപ്പോൾ നമ്മൾ അതിക്ക് രസം പിന്നെ നമ്മളെ കൊപ്പരപ്പൊട്ടാണ്. കൊപ്പര എന്ന് പറയാൻ പറ്റില്ല, നല്ല മൂത്ത തേങ്ങ ഉണ്ടാ. കൊപ്പരൊക്കെ ആട്ടിപ്പോയിക്കണേ. അപ്പോൾ രസം മൂത്ത തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് പിന്നെ അതിലിട്ടുകാണ്ട് വെളിച്ചെണ്ണ ഇട്ടുകാണ്ട് തന്നെ നമ്മൾ നല്ലൊന്നാണ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് ഒരു പൊടിയല്ല, ഒരു 2 വലിയ സ്പൂണ്, ടീസ്പൂണ് 2 സ്പൂണ് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തേങ്ങ നല്ല മൂത്തിൻ്റെ ശേഷം പിന്നെ ഉള്ളി മൂത്തിൻ്റെ ശേഷം നമ്മൾ ലേശം വെളുത്ത ഉള്ളും കറുത്ത ഉള്ളും ആട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിലിട്ട് കാണും ഇങ്ങനെ വറക്കുമ്പോൾ നല്ല നെരിഞ്ഞിട്ട് വെന്തോളൂ. പിന്നെ നമ്മൾ ഈ ഇതിക്ക് നമ്മൾ ഉണ്ടാക്കണ പിന്നെ അപ്പം ഉണ്ടാക്കണ ചട്ടിക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ അതിക്ക് സെറ്റായി വരില്ല, അത് വേറെയും അപ്പം വേറെയായി കിടക്കും. അപ്പോൾ ഇങ്ങനെ ആക്കിക്കാണ്ട് നമുക്ക് അതിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അത് ഒരു ചെറു ചൂട് കൊടുക്കുക തന്നെ. അപ്പം നമ്മൾ ആ തേങ്ങ മുപ്പിച്ചതും ചെറിയ ഉള്ളിയൊക്കെ അതിക്ക് വെച്ച് കൊടുത്തിട്ടാ ഒക്കെ ഇട്ട് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ
അതൊക്കെ റെഡി ആക്കണേ. അപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് ചട്ടിക്ക് ഒഴിക്കുക. പിന്നെ അപ്പോൾ ലേസം നല്ല നെയ്യിട്ട് RKG 1 സ്പൂൺ വരെ ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഈ RKG ഒക്കെ കൂട്ടുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ ഒരു പിന്നെ ഇത് വരും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ അപ്പത്തിന് നല്ല ഇത് കിട്ടൽ. അപ്പോൾ ഞാൻ പിന്നെ ഫ്രൈ പാൻ ചട്ടി ഒരടുപ്പുമല്ലോ ഞാൻ ചെമ്പട്ടിയിലാട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുക്കർ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് കുക്കറിൽ അങ്ങനെ ആകുമ്പോൾ അടി പിടിച്ചാളൂ അത് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം ഒരു തുള്ളി എണ്ണ ഇറ്റിച്ചിക്കണം വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഇട്ട ഏറ്റവും നല്ലത്. ഓയിലിനെക്കാട്ടിയൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കലും. അപ്പോൾ നമ്മൾ ചുറ്റുപുറക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തുകാണ്ട് അപ്പോൾ ഫ്രൈ പാൻ ചട്ടി മറ്റേ അടുപ്പുമ്മൽ ചൂടാകണ്ട്. അപ്പം ഇനി നമ്മൾ ഇതുമ്മൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു പാത്രം കുറച്ച് കട്ടി തന്നെ കേട്ടോ നമ്മൾ ചുടേണ്ടത്. അപ്പോൾ കുറച്ച് കണ്ടുകാണ്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ സമയം കണക്കാക്കിങ്ങാണ്ട് ഒഴിച്ചാൽ മതി. ഒഴിച്ചിന സമയം നമ്മൾ കണക്കാക്കിയാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അപ്പം വേഗം നന്നാവും ചെയ്യും, കേടും വരില്ല. പിന്നെ ഒരു 7 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലോ പിന്നെ ഒരു 20 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും ഇട്ടാൽ മതി. എന്നാൽ നല്ല പെട്ടെന്നുണ്ട് കേക്ക് ഇത് ആയി കിട്ടും, ടാപ്പായി കിട്ടും. അങ്ങനെ സമയം നമ്മളൊന്ന് ഇപ്പം അങ്ങനെ നോക്കി തട്ടെ നമ്മൾ ഒട്ടൊരു സമയമാവുമെന്ന് നമ്മൾ പിന്നെ ഒരു വീട്ടമ്മമാർക്കൊരു മനക്കണക്കുണ്ടാവില്ല, അതിനനുസരിച്ചായിട്ട് നമ്മൾ പോയാൽ. അപ്പോൾ അറിയാത്ത ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ടൈം കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ലൊരു എളുപ്പം കിട്ടും. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടൈം നോക്കലല്ലേ, എന്ന പോലെ ഒരു ടൈം കണക്കാക്കിയാൽ മതി. പിന്നെ കുക്കർ പിന്നെ ഇൻഡാലിയത്തിൻ്റെ കുക്കർ ഉണ്ടെങ്കിൽ അതാട്ടത് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടായി കിട്ടും. അതുപോലെ ആയി കിട്ടാൻ കുറച്ച് പണിയാണ് ഈ കാരട്ടാ. പിന്നെ അടി കരിയില്ല എന്നുള്ളൊരു പേടിയാണ് ഈ കാരം. കുക്കറിനെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ പിന്നെ അപ്പമൊക്കെ കേക്ക് തന്നെ തൊള്ളിയിൽ വരണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ അപ്പമൊക്കെ ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണ്ടി. അപ്പോൾ നല്ല വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ടായി നല്ല ടേസ്റ്റിലുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുമാണ് ഈ കാര്യം. പിന്നെ അപ്പക്കാരം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ. ഇനി വേണമെങ്കിൽ ഒരു ഇരുമ്പ് ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ഒരു പിഞ്ചൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ മാവ് ഇരിക്കുന്നിടത്തോളം അപ്പക്കാരൊന്നും കൂട്ടേണ്ടി വരില്ല. നമ്മൾ അപ്പളൊക്കെ ചുടുമ്പോൾ അത് ലേശം അപ്പക്കാരം കൂട്ടേണ്ടി വരും കേട്ടോ. അപ്പം നമുക്കിനി നല്ല വീഡിയോസൊക്കെ നമുക്ക് ഇടാനുണ്ട് കേട്ടോ. കർക്കിടക മാസമൊക്കെ അല്ലേ, നമുക്ക് പല റെസിപ്പികളൊക്കെ ചെയ്യാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊപ്പം കൂടേണ്ടി. അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇടാനുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.